എനിക്കത് ദേഷ്യം വന്നു. എത്രയെന്ന് വെച്ചാൽ കുറേ നേരം ഇത് സംഭവം ചെയ്യുന്നതേ. പിന്നെ ഞാൻ കട്ട് പറഞ്ഞ് നേരെ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ഓരോ പല ട്രാക്കിലായിരിക്കും നമുക്ക് കമ്പോസ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി തബല ബൂത്ത് നിന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ 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 തട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് വീഴുക. ഒരു എന്തോ ടൈമിങ് താമ്പറിൻ. അങ്ങനെ അയാളെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നു എനിക്ക്. എന്നിട്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്തത്. അല്ല ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെയും നമ്മളുടേതൊരു കുഞ്ഞു കാര്യങ്ങൾ കേട്ടാൽ മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നവരാ. അതെ. അപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കമന്റ് ബോക്സ് മൊത്തവും ഉണ്ണിവാവോ നമ്മുടെയാണ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ. അയ്യോ എന്റെ നല്ല മലയാളികൾക്ക് ഒരു നന്ദിട്ടോ. അതെ, അത് നമ്മള് പറഞ്ഞല്ലോ, നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ സാറൊക്കെ പോലുള്ള ഒരുപാട് സാറിനെ പോലുള്ള വലിയ വലിയ ആളുകൾ ഇങ്ങനെ വലിയ ആള് പറയുന്നത് ഞാൻ സാധാരണ ഒരാളാ. പറഞ്ഞോട്ടെ സാർ, വേണമെങ്കിൽ പറഞ്ഞോ. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരു സംഗീതജ്ഞന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല നിങ്ങളെ പോലുള്ള ആളുകളെ ഇന്റർവ്യൂ എടുക്കേണ്ട, നിങ്ങളുടെ സംഗീതത്തിന്റെ ഇതാണ്. പക്ഷെ നമ്മള് നേരിട്ട് കണ്ടത് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സംസാരിക്കുക എന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു വന്നു, പക്ഷെ മുഴുവൻ ബ്ലാങ്ക് ആയി പോയി. എന്നതാ സാർ പറഞ്ഞ പോലെ എനിക്കും മറ്റേ ഉറക്കത്തിൽ ഞാനും വല്ല സ്വപ്നം കണ്ടോ പേടിയുണ്ട്. അത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിട്ട് അപ്പം നമ്മളെല്ലാരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരാണെങ്കിലും പാട്ട് മൂളാതെ ഒരു മനുഷ്യന് ഇവിടെ അവ എത്ര അരകന്റ് ആണെങ്കിലും എത്ര ദേശീയക്കാരനും എത്ര കാർക്ക് അവന്റെ ഉള്ളിൽ അവൻ എപ്പോഴും ഒരു പാട്ടുണ്ടാവും. ചെറിയ രീതിയിൽ അത് വേൾഡ് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കണ്ടാണല്ലോ മ്യൂസിക്. എല്ലാ വിധത്തിലും ഇപ്പോൾ ഫോണിലായാലും ശരി, നമ്മൾ പക്ഷികളിലായാലും ശരി, നമ്മൾ സംസാരത്തിലായാലും ശരി, അതിൻ്റെ കുറേ ട്യൂണുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിനകത്തും ഈ ലോകത്ത് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുകയാണ് ട്യൂണ്, പാട്ട്, സംഗീതം. സാറിപ്പോ പുതിയൊരു പടത്തില് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പം അത് അച്ഛനെ കുറിച്ചുള്ള പാട്ട്. അച്ഛനെ കുറിച്ചുള്ള. അപ്പൊ ഇതിനു മുന്നേ അച്ഛനെ കുറിച്ച് ചെയ്തിട്ടില്ല? അച്ഛനെ കുറിച്ച് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ചാണ് ഞാനും കേട്ടേക്കുന്നത്. അച്ഛനെ കുറിച്ച് അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇത് അച്ഛൻ്റെ അവസ്ഥ അത് കരഞ്ഞു പോകും ആളുകൾ. ഇനിയിപ്പോ പാടി റെക്കോർഡ് ചെയ്ത് വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, മറ്റെല്ലാം ട്രാക്ക് പാടിയപ്പോൾ ഈ കൈതപ്പുറം ഞാൻ പോലും ചെറുതായിട്ട് കണ്ണു നന്നു വളർന്നു. അതിൻ്റെ വരികളും ട്യൂണും അത്രയും കിട്ടുക ഭയങ്കര ടച്ച്, ഭയങ്കര ഒരു സുഖമാണ് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ ഇറങ്ങണ്ടേ സാർ. അതുപോലെ തന്നെ ഈ പടത്തില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉണ്ണിവാവോ ചിത്ര ചേച്ചിയാണ് പാടിയതെന്ന് ഒരിക്കലും തോന്നുന്നില്ല. എന്താ എനിക്കറിയില്ല, കാരണം നമ്മൾ കേൾക്കുന്ന ചിത്ര ചേച്ചിയുടെ സൗണ്ട് അല്ല അതിനകത്ത്. അല്ല, അത് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ചിത്ര പാടിയത്. അപ്പോൾ നമ്മൾ ഏജ് ആവും തോറും അതിന്റെ ടോണുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമല്ലോ. എന്നുവെച്ചാൽ അത് അതേപോലെ തന്നെ യേശുദാസ് സാർ പാടിയിട്ട് അതിനെ കഴിഞ്ഞ ഹിറ്റ് ചിത്ര ചേച്ചിയുടെ സൗണ്ടിലുള്ളതാണെന്നുള്ള രീതിയിൽ. അത് ദാസാറ് പാടിയത് കുറച്ചൊരു സ്ലോ, ഒരു പാത്തറ്റിക് ഫീലാണ്. സെയിം തന്നെ ചിത്ര പാടുന്നത് അത് താളം പിടിക്കാൻ പറ്റുന്ന പാട്ടാണ്. മറ്റേത് ഉണ്ണി വാവാ ഉണ്ണി വാവാ അത് കുറച്ച് സ്ലോ ടെമ്പോ ആണ് ദാസാറ് പാടിയത്. അത് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ ഇത് കുറച്ച് എല്ലാവർക്കും താളം പിടിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പിന്നെ അതിന്റെ ഋതൊക്കെ അതിന്റെ ഒരു മൂഡിലാണ് ഞാൻ വായിപ്പിച്ചിട്ടുള്ളത്. ഈ തബലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ താളടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഞാൻ ചെയ്തത്. വളരെ സിമ്പിൾ. അതിനകത്ത് ഇൻസ്ട്രുമെന്റേഷൻ ആയാലും ഋതായാലും പാട്ടായാലും ട്യൂണായാലും അതിന്റെ തിങ്സുകളായാലും വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ചെയ്തല്ല, ആയിപ്പോയത്. ഈ പ്രപഞ്ചം നിറയെ മ്യൂസിക് ഉണ്ട്. അതെ, അത് ചിലവരിലേക്ക് ലൈറ്റ് അടിക്കുന്നത്. അതെ, അത് ശരിയാണ്. അത് അതിനിപ്പോൾ താങ്കളുണ്ട്, ഇവിടെ ക്യാമറമാന്മാർ, അവരൊക്കെ ഉണ്ട്. അവർക്കും ഇല്ലാത്ത എന്തോ ദൈവം മറ്റു പ്രത്യേകിച്ച് അങ്ങനെ പലർക്കും നമ്മൾ ജീവിക്കാൻ വേണ്ടി ദൈവം പലർക്കും പലതും ചെയ്ത് കൊടുക്കുമല്ലോ. എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കും. എൻ്റെ മക്കൾക്ക് ഞാനല്ല ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും മുത്തപ്പനായ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വലിയ നമ്മളെ ഭരിക്കുന്ന ഒരാളാണ്, ഭരിക്കല്ല നമ്മളൊക്കെ നോക്കുന്ന ഒരാളുണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നൊരു ഒരാളുണ്ട്. അതാണ്, അങ്ങനെയാണ് ഞാൻ
അല്ല എനിക്ക് ആരോ അയച്ചു തന്നു, നമ്മുടെ രജനീഷ തോന്നുന്നു, ആരോ അയച്ചു തന്നു എനിക്ക്. രജനീഷ് അയച്ചു തന്നിരുന്നു. ആണ് തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടു പക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ എന്നെ വിളിച്ചിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു നല്ല സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് പടങ്ങൾ ചെയ്തിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഒക്കെ അപ്പം അതിൻ്റെ ചിന്തകളും കാര്യങ്ങളും ഇപ്പം അതിലേക്ക് ആയിപ്പോയി. അത് കാരണം മറ്റതൊന്നും എനിക്ക് അല്ല, അത് നല്ലതാണ് സാർ, ആക്റ്റീവ് ആയിട്ടിരിക്കുക. സാറിന് എന്തോ വയ്യായിക വന്നു എന്ന് പറഞ്ഞത്? ഞാനേ ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്ന് വെച്ചാൽ തട്ടിപ്പോന്നുള്ള അവസ്ഥ എത്തി. കാരണം ഓർമ്മയൊന്നുണ്ടായില്ല, വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ പാവം എൻ്റെ ഭാര്യയും മക്കളൊക്കെ ടെൻഷൻ അടിച്ച് ഒരു ഡോക്ടർ പറഞ്ഞു ഇനി പോകുന്ന ഇനി ജീവിച്ചിരിക്കില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അപ്പോൾ വീടൊക്കെ, കാരണം ഇവർ 1-2 മാസം വീടൊക്കെ ഇല്ലാണ്ട് നമ്മുടെ എൻ്റെ കൂടെയായിരുന്നേ. അപ്പോൾ വീടാകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ പോയിട്ടൊക്കെ ആളുകൾ വരും, അപ്പോൾ ഒക്കെ വൃത്തിയാക്കുന്നൊക്കെ പറഞ്ഞ് അതുവരെ എത്തിയതാ. എന്നിട്ട് ഒരു സുപ്രഭാതത്തിലാണ് എൻ്റെ ദൈവം എന്നെ കൈപ്പിടിച്ച് കയറ്റിയത്. വീണ്ടും എനിക്ക് ഓരോ വർക്കുകൾ തന്നുകൊണ്ടിരിക്കണം. ഇനിയും കാണാനുണ്ട്, ഇനിയും ഞങ്ങൾക്ക് സമ്മാനിക്കാനുണ്ട്. അതെ 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 അതല്ലേ ഇപ്പൊ അച്ഛന്റെ പാട്ട്, അതെ ഒരുപക്ഷെ അച്ഛന്റെ പാട്ട് കേട്ട് ആദ്യം കരയുന്ന ആള് ഞാനായിരിക്കും. ഇനി കേട്ടാലേ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സാർ ലാസ്റ്റ് സിനിമ ചെയ്തു തന്നായിരുന്നു ഫിലിമില്? അവസാനം ചെയ്തത് ഹിറ്റായ ഒരു പാട്ട്, 17 പൂങ്കരളിൽ പാടത്തുന്താണ് പറയാതെ. വരികളൊന്നും ഓർമ്മയില്ല. ഇവിടെ ശരത്ചന്ദ്രനാണ് അത് എഴുതിയത്, വയലാറിൽ. മറ്റൊരു പഴയ രീതി. അതെ 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 ദിലീപിന്റെ ഒക്കെ കാവ്യം. പൂങ്കരളിൽ മാനത്തെ അങ്ങനെ പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞു തരാം ഞാൻ വേണമെങ്കിൽ. മതിയല്ല. അതേത് വർഷമായിരുന്നു സാർ? 2000? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, വർഷം ഓർമ്മയില്ല. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ ഒരു, അതിന്റെ അക്കു അക്ബറാണ് അതിനൊരു ഡയറക്ടർ. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് വീണ്ടും സിനിമയിലേക്ക്. പിന്നെ എനിക്കൊരു കാര്യം കൊണ്ട് പറയാനുള്ളത് പറഞ്ഞാല്, ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും വിചാരിച്ചല്ല മ്യൂസിക് ഡയറക്ടർ ആരാണെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നെ സാന്ത്വനം എന്ന പടത്തിന് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ച ഇതിൻ്റെ ഔസേപ്പച്ചൻ, പ്രൊഡ്യൂസർ ഔസേപ്പച്ചൻ, പിന്നെ സിബി മലയിൽ, അവരോടൊക്കെ ഈ സമയത്ത് നന്ദി പറയണം. അങ്ങനെ ഒരു പാട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജയപള്ളശ്ശേരി, അദ്ദേഹം തോന്നുന്നുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ തന്നതിന് എല്ലാവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വാഴക്കുഴി ഔസേപ്പച്ചൻ, സിബി മലയിൽ, ജയപള്ളശ്ശേരി, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എന്റെ ദൈവത്തിനും. നിങ്ങളൊക്കെ കൂടിയല്ലേ ഞങ്ങൾക്ക് മനോഹരമായ കുറെ നല്ല പാട്ടുകൾ തന്നേക്കുന്നത് എല്ലാവരും. അപ്പൊ സാർ ഇനി വീണ്ടും സിനിമയിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടെമ്പോ സാറിന് പറയുന്ന, ഇപ്പൊ കുറച്ച് നാള് സാറിന്റെ എന്താ പറയാ പ്രപഞ്ചത്തിലെ സംഗീതം സാറിന്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ ലൈറ്റ് വരാൻ ഇച്ചിരി ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി സാറിന്റെ അടുത്ത് വരും. അത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഇച്ചിരി നേരമെങ്കിലും എന്നോട് സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. താങ്ക് യു.